ഇവിടെ മോട്ടിക്കാൻ വന്നു. ക്യാമറ പക്ഷെ നമുക്ക് വേണം. ഇത് അവൻ കൊണ്ടുവന്ന ക്യാമറ, ഇത് നമ്മുടെ രാഹുലിന്റെ ക്യാമറ കേട്ടോ. ഇത് മാത്രം അറിയാം ഇംഗ്ലീഷിൽ രണ്ടെണ്ണം. ഹലോ ഗായ്സ്, പുതിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗായ്സ്, ഇന്ന് ഞാൻ നമ്മുടെ ചെറുക്കൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ ചെറുക്കനൊന്ന് സുന്ദര കുട്ടപ്പനാക്കാനായിട്ട് പോകാനായിട്ടാണ്. അപ്പോൾ വേറെ എവിടെയും പോകാനായിട്ടല്ല, ചെറുതായിട്ടൊരു ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് ഉണ്ടായിരുന്നു. നമ്മളൊരു ഇംഗ്ലീഷ് റീൽസ് നിങ്ങൾ കണ്ടായിരുന്നു, ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നൗഫാദ് മെയിൻ ക്യാരക്ടറൊക്കെ ആയിട്ട് ഒരു കോട്ടൊക്കെ ഇട്ട് വന്നിട്ടില്ലായിരുന്നു. അപ്പം അതിൻ്റെ ഒരു ഫോട്ടോഷൂട്ട് എടുക്കാനായിട്ട് ഇന്ന് പോകാനായിട്ട്. അപ്പോൾ പോണ കൂട്ടത്തിൽ നമ്മുടെ ഡ്യൂക്കിൻ്റെ ഒരു കുറച്ച് നല്ല കിടിലൻ റീൽസും കുറച്ച് കിടിലൻ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാണ്ടായിരുന്നു. അപ്പോൾ വണ്ടി ഇതാ ഫുള്ള് കൊളായിട്ടിരിക്കാനായിട്ടാ, അത്യാവശ്യം വൃത്തികേടായിട്ടിരിക്കുകയാണ്. ബോഡി പാർട്സിലല്ല, അല്ലാതാണ് ഈ ഒരു ഭാഗത്ത് കുറച്ച് അഴുക്കൊക്കെ ഇരിക്കാനുണ്ട്. അത് കണ്ടില്ലേ, കുറച്ച് ചെളിയൊക്കെ ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ നല്ല കിടിലൻ റീൽസൊക്കെ ഒന്ന് എടുക്കാനായിട്ട് പോകുന്നുണ്ട്. ചെറുതായിട്ടൊന്ന് വണ്ടി വാഷ് ചെയ്യാമെന്ന് വിചാരിച്ച് ഇതിന് ശേഷം വണ്ടി വാഷ് ചെയ്തതിന് ശേഷം നേരെ നമ്മൾ പോയിട്ട് ഫോട്ടോഷൂട്ട് എടുക്കുന്നതും ആയിട്ട് അങ്ങനെയൊക്കെ ആയിട്ടുള്ള വീഡിയോ എന്താവുമെന്ന് എനിക്ക് തന്നെ ഒരു പിടുത്തമില്ല. അപ്പോൾ അവിടെ ചെന്നിട്ട് നമ്മളെ ചുറ്റുവട്ടത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ എല്ലാം വെച്ചുകൊണ്ട് ഒരു ചെറിയൊരു വീഡിയോ ആണ് ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം വണ്ടി കഴുതാം, ചെറുതായിട്ടൊന്ന് കാണാം. അപ്പോൾ ഈ ഒരു പ്രഷർ വാഷിൻ്റെ മെഷീൻ ഒരു വീട്ടിൽ അത്യാവശ്യമുണ്ട്. ഈ വണ്ടികളൊക്കെ ഉള്ള വീട്ടിൽ അത്യാവശ്യമുണ്ട്. അത് എനിക്ക് എന്നും വാട്ടർ സർവീസ് ഫോട്ടോ ആർക്കല്ല ഫോട്ടോ എടുക്കാൻ. അപ്പോൾ ഗൈസ്, നമ്മുടെ വണ്ടി ഇതാ കഴുകി കുളിപ്പിച്ച് സുന്ദര കുട്ടപ്പനായിട്ട് ഇത് കൊണ്ടുവന്നിരിക്കുകയാണ്. നേരെ നമ്മുടെ രാഹുലിൻ്റെ വീട്ടിലോട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ രാഹുലിനെ എടുത്തുകൊണ്ടാണ് ഇനിയിപ്പോൾ ഫോട്ടോഷൂട്ടിനായിട്ട് പോവേണ്ടത്. രാഹുൽ ദാ ക്യാമറയൊക്കെ തൂക്കി വന്നിട്ടുണ്ട്. നേരെ ഇനിയിപ്പം നമ്മൾ പാലച്ചോറുള്ളത് ചെറിയൊരു ആടുത്തോടത്തിൻ്റെ ഫ്രണ്ട് വെച്ചാണ് കേട്ടോ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് പോകുന്നത്. പോവാണ് അപ്പോൾ. ഓക്കെ, അപ്പോൾ ഗൈസ്, നമ്മുടെ ടീമെല്ലാം എത്തിയിട്ടുണ്ട്. ആദർശ്, നമ്മുടെ കാളി, പിന്നെ നമ്മുടെ എല്ലാവരുടെയും കണ്ണിലുണ്ണിയായ നൗഫ്. അത് വൈറ്റും ബ്ലാക്കും ആയിട്ട് നിൽക്കാറ് കേട്ടോ. വൈറ്റ് അപ്പോൾ വൈറ്റാണ് നമ്മുടെ കോസ്റ്റ്യൂം, നമ്മുടെ ആ ഒരു സീൻ്റെ കോസ്റ്റ്യൂം അതാണ്. പിന്നെ നമുക്ക് വേണ്ടിയിട്ടുള്ള കോട്ട കണ്ട തേച്ച് മിനിക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ഇതാ മുബാർക്ക് കല്യാണത്തിന് വാങ്ങിച്ച കോട്ടാണ് കേട്ടോ. മുബാർക്കിൻ്റെ കല്യാണത്തിന്, പക്ഷേ മുബാർക്ക് ഇതൊരിക്കും കല്യാണം കഴിയുന്നില്ല. അപ്പോൾ ആ കോട്ടൊക്കെ ഇട്ടാണ് ഈ പോക്കറ്റിന്ന് ഇവിടെ ബട്ടൺ ഓഹോ. അടുത്താളെത്തി ബ്ലാക്ക് മാൻ, അടുത്താളെത്തി. ഞാൻ ഇനിയിപ്പോൾ ബ്ലാക്കിലോട്ട് മാറട്ടെ കേട്ടോ. ഞാനൊരു വേറൊരു കളറായിട്ടേക്കണം. അപ്പം മറ്റേ അഴുക്ക് പിടിച്ച ബ്ലാക്ക് ഷർട്ടാണ് കേട്ടോ. ഇതൊക്കെ ഇനി ഇട്ട് സെറ്റപ്പ് ആവട്ടെ. ഞാൻ കോസ്റ്റ്യൂമിലോട്ട് കയറട്ടെ. പുൽച്ചാടി എന്താ എത്തിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ പുൽച്ചാടി അഭിനയിക്കാനില്ല. കീറിയ പാൻറ് കിട്ടുകൊണ്ട് വന്നിട്ട് ഇവിടെ ഞാൻ മാറ്റി നിർത്തി. അവൻ്റെ ക്യാമറ പക്ഷെ നമുക്ക് വേണം. ഇത് അവൻ കൊണ്ടുവന്ന ക്യാമറ, ഇത് നമ്മുടെ രാഹുലിൻ്റെ ക്യാമറ കേട്ടോ. വൺ ഗ്രാൻഡ് ആയിട്ടാണ് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് കേട്ടോ. രണ്ട് ക്യാമറ തലങ്ങും വിലങ്ങും ഫോട്ടോഷൂട്ടൊക്കെ എടുക്കുകയാണ്. അതാണ് കഷ്ടപ്പെട്ട് ഞാൻ പറഞ്ഞാൽ ഞങ്ങൾക്ക് വശമായ ഇവ തറയിലൊന്നല്ല 8K ഫോളോവേഴ്സ് ആയിരിക്കും നമ്മുടെ പുൽച്ചാടി ഇൻസ്റ്റാഗ്രാം ചെലവാണ്. ഇവിടെ മോട്ടിക്കാൻ വന്നു. നീ എന്തിനാ പാൻറ് മാറി? എന്റെ ക്വസ്റ്റ്യൻ അത്രേ ഉള്ളൂ. ഇല്ല, എൻ്റെ കൂടെ ചോദിച്ചു നീ എന്ത് ചെയ്യാന്ന് പറഞ്ഞു. പാൻറ് മാറുമെന്ന് പറഞ്ഞു. നീ ആരോട് വന്നു? ഞാൻ പറഞ്ഞു അവിടെ ഇരിക്കുന്ന അവരെന്തിനോട് വന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതിന് നമ്മളോട് എടുക്കുന്നേ അങ്ങനെ വന്നെന്ന് പറഞ്ഞു. പിന്നെ എൻ്റെ പിന്നീടാ ഒരു പാൻറ് മാറി ഞാൻ ചോദിച്ചു, ഒരു പാൻറ്റല്ലേ മാറിയോളാന്ന് ചോദിച്ചു. ഗായ്സ്, ആളിൻ്റെ നിന്ന് ഫോട്ടോ എടുക്കാൻ സമ്മതിച്ചില്ല ഗായ്സ്. നമ്മൾ ഫുൾച്ചാടി ആ കീറിയ പാൻറ് ഇട്ടുകൊണ്ടു ആ പാൻറ് മാറ്റാൻ വേണ്ടി ജസ്റ്റ് ടോയ്ലറ്റിൽ കയറിയാണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഉള്ള ആൾക്കാരൊക്കെ അവിടെ വന്നിട്ട് ഇവിടെ കയറി എന്തിന് ഇവിടെ കയറിയാൻ പെർമിഷൻ എടുത്താന്നൊക്കെ പറഞ്ഞ് കുറച്ച് സീനൊക്കെ ആക്കി നമ്മളത്തൊക്കെ ഉടക്കി അവസാനം നമ്മൾ ഇവിടുന്ന് പറഞ്ഞു വിട്ടു. ഒരു ഫോട്ടോയിൽ എടുക്കാൻ സമ്മതിച്ചില്ല. ഇനി ഇവിടെ നിന്നാൽ ലൈറ്റ് പോകത്തുള്ളൂ. അപ്പോൾ നമ്മൾ അടുത്ത ലൊക്കേഷനിലേക്ക് പോവുകയാണ് കേട്ടോ. ഇവിടെ നിന്ന് ഇപ്പോൾ ഫോട്ടോ എടുക്കാൻ നമുക്ക് പെർമിഷൻ കിട്ടിയില്ല. അവരൊന്നും ഇങ്ങോട്ട് ഉടക്കാണ്. അവരുടെ സ്ഥലം, അവരുടെ ബിൽഡിങ്, അവരുടെ ഓഡിറ്റോറിയം എല്ലാം അവരത്. അപ്പോൾ പിന്നെ നമുക്ക് സംസാരിക്കാൻ ഒരു വോയിസും ഇല്ല. അപ്പോൾ ഗൈസ്, നമ്മുടെ പയ്യന്മാരെയൊക്കെ ഉടക്കി വിട്ടു. എന്താണ് സംസാരിച്ച് പ്രശ്നമാക്കി വിട്ട്. എന്താ ഒന്നുകൂടെ ചോദിക്കാന്നോ? ചെയ്യോ
നീ പറഞ്ഞു നിനക്ക് എന്താ പറയുക, നിന്റെ പ്രതികരണം എന്താണ് പറ. പ്രതികരണം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു പാൻറ് മാറി അവിടെ പോയപ്പോഴത്തേക്കും അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല. അയ്യോ എന്ത് പറഞ്ഞു? ക്ലാസ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞോ? നീ ആരാ, നീ എന്തിനു വന്നു? ഞാൻ നീ ആരോട് ചോദിച്ചിട്ട് ഇതിനകത്ത് കയറി? ഞാൻ ഒരു അമ്മ പെർമിഷൻ വിളിച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു ഞാൻ ജസ്റ്റ് ഒരു പാൻറ് മാറാനല്ലേ കയറി വന്നു. നമുക്ക് അങ്ങനെ എൻ്റെ കൂടെ ചൂടായി. ഞാൻ പറഞ്ഞു ഞാൻ മോട്ടിക്കാണെന്നല്ല കയറിയെന്ന് ചോദിച്ചു. പിന്നെ അങ്ങോട്ട് ഒന്നും ചോദിക്ക്. കേരളത്തിൽ ഇല്ല, ഒന്ന് കക്കൂസി പോകാൻ വേണ്ടി അതിനകത്ത് കയറാൻ പറ്റുന്നത്. അപ്പൊ നൗഫാദ് ഒന്നും കൂടെ ഇപ്പൊ ചോദിക്കാനായിട്ട് പോയിട്ടോ, അതിന്റെ ഓണറിന്റെ അടുത്ത് ഒന്നും കൂടി ചോദിക്കാനായിട്ട് പോയി. അമ്മ ഇവിടുന്ന് ഫോട്ടോ എടുക്കട്ടാന്ന് ചോദിക്കാനായിട്ട് പോയതാണ്. എന്താവോ ഒന്ന് പോയിട്ട് ഇപ്പൊ വന്നിട്ട് കാണിച്ചു തരാം ഗൈസ്. അപ്പൊ എന്തായാലും കാര്യമായിട്ട് പറഞ്ഞാൽ പിന്നെ അപ്പൊ ഗൈസ് എടുക്കാൻ കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇന്നിപ്പോ കാര്യമായിട്ട് സോപ്പ് എടുത്തൊക്കെ പറഞ്ഞപ്പോ നല്ല അടിച്ചുപറി. പാവപ്പെട്ട ആൾക്കാരുണ്ട് അപ്പൊ ഇവിടെയൊക്കെ നിൽക്കുന്ന. ഇവർ റൈസ് ആയതാണ് ഏക വിഷയമല്ലേ. ഗൈസ് കോസ്റ്റ്യൂമിലോട്ട് കയറിയിട്ടുണ്ട്, മാരക ലുക്ക് ആയിട്ടുണ്ട്. ഞാനെന്താ ബ്ലാക്ക് ഷർട്ട്. ഇത് മാത്രം അറിയാം ഇംഗ്ലീഷിൽ രണ്ടെണ്ണം. ഒരു റീൽസിന് വേണ്ടി പഠിച്ചേനെ കേട്ടോ, അത് മാത്രം ഇപ്പൊ നൗഫാനിപ്പോ കാണാൻ അറിയാതെ. എന്തിനു പഠിച്ചാലും ബോയ്സ് ഫക്കേഴ്സ്. വേറൊന്നും ഇംഗ്ലീഷിൽ എനിക്ക് അറിയത്തില്ല. ഈ ഷർട്ടൊക്കെ കഴുകാത്തതിനട്ടെ, കഴിഞ്ഞാൽ ബ്ലഡൊക്കെ പറ്റിച്ച ഷർട്ടാണ്. നൗഫാന്റെ ഷർട്ടിൽ മറ്റേ റോളക്സിന്റെ ക്യാരക്ടർ ബ്ലഡൊക്കെ പറ്റിച്ചില്ലേ, ആ ഷർട്ടാണ്. അതിന്റെ നാറ്റ് ഇപ്പോഴും ഉണ്ട്. വേറെ ഷർട്ട് കഴുകാത്തോണ്ട് പിന്നെ ബ്ലാക്ക് തന്നെ വേണമെന്ന് പറഞ്ഞു. ഇവിടെ ഉള്ളതാണ് എല്ലാവരും ബ്ലാക്കാണ്, ഫുൾ ബ്ലാക്കായിട്ടേക്കണം. അപ്പം എല്ലാവരും ഇങ്ങനെ നിൽക്കാൻ കേട്ടോ. അപ്പോൾ ഇനിയിപ്പം ലൈറ്റൊക്കെ കുറഞ്ഞ് വരുന്നു. ഇപ്പോൾ വ്ളോഗിന് സ്റ്റോപ്പ് ആക്കാനായിട്ട് പോകാൻ ഫോട്ടോഷൂട്ട് എല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് വ്ളോഗ് ബാക്കി എടുക്കാം. രാഹുൽ പറയും നിങ്ങൾ സെറ്റ് സെറ്റാണ് ഗൈസ്. നായകൻ മറ്റേ ഡയലോഗ് എന്തായിരുന്നു? നോ ഫക്കിംഗ് ഫൈറ്റിംഗ് ബോയ്സ്. നമ്മള് സിനിമയെ കണ്ട് നമുക്ക് അനുകരിച്ച് പറഞ്ഞതാ. അതായത് ആരും അടി കൂടരുതെന്ന്. മെയിൻ ആക്ടർ ഇതൊന്നും കാണിക്കില്ല. നീ ഇവിടെയൊക്കെ വയ്ക്കുന്ന സൂക്ഷിച്ച് പോലീസ് തപ്പി വെക്കുമ്പോ കത്തിയൊക്കെ ഇരിക്കുന്ന ഇവിടെ. നീ എടുത്തോണ്ടിരിക്കട്ടെ, വല്ലപ്പോഴും എടുത്താൽ മതി. അതിനിപ്പോ രണ്ടുപേരെ ബാക്കിൽ കറങ്ങിയൊന്നും പിടിക്കണ പിടിച്ച് ഗോപ്രോ കിട്ടുകൊണ്ട് അങ്ങ് പോടാ. കരുന്ന പോലെ പിടിച്ചു മേടിച്ചു വെച്ചാൽ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത് നമ്മുടെ വണ്ടിയുടെ റീൽ എടുക്കാനായിട്ട് പോയാട്ടോ. നമ്മുടെ പുൽച്ചാടിയാണ് റീൽ എടുക്കണം. നമ്മുടെ നൗഫാദിൻ്റെ ഐഫോൺ ഫ്ലാഷറില്ലട ഓഫ് ആദ്യം അളകി കളഞ്ഞു. അപ്പോൾ പുൽച്ചാടിയുടെ റീലാണ്. പുൽച്ചാടി പൊളിയായിട്ട് വീഡിയോയും കാര്യങ്ങളും എടുക്കും കേട്ടോ. പുൽച്ചാടിയും നമ്മുടെ രാഹുലും എടുക്കും. നമ്മളെ 2 ക്യാമറമാനാണ്, നമ്മളെ 2 ചുണക്കുട്ടികൾ. അപ്പം ഈ വീഡിയോ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ ചിലപ്പം ഉടനെ വരുമായിരിക്കും. ചിലപ്പം ആ വീഡിയോയ്ക്ക് ആദ്യം വേണം, ചിലപ്പോൾ ഈ വീഡിയോയ്ക്ക് ആദ്യം വരുന്നത് കേട്ടോ. ഓക്കെ പുൽച്ചാടി കണ്ട മാരട മാസ് വീഡിയോ. കൈയൊക്കെ കണ്ട ജിമ്പിളാണ്, ജീവനുള്ള ജിമ്പിൾ. ജിമ്പിളിനാ ഗിമ്പിളിനാണോ പറയണ? ജിമ്പൽ അല്ലേ? ഓക്കെ. ഇപ്പം ജീവനുള്ള ജിമ്പൽ മാറിക്കോണേ. ഓ മാസടായ മാസ്. അതെ, അതിൻ്റെ ഔട്ട് കാണിച്ചു കൊടുക്കാം. ഓ എൻ്റെ പൊന്നെ, ഭീഷ്മയിലുള്ള ക്യാമറ ആണ്. സീൻ മെയിനാണ് കാഴ്ച. എൻ്റെ പൊന്നെ ചെറുക്കൻ വരും. അത് നേരെ പകരം ഓടെയാണ് കേട്ടോ. പക്ഷേ ഔട്ട് എങ്ങനെയായിട്ട് നമുക്ക് നോക്കാം. ഔട്ട് നമ്മൾ കാണിച്ചു തരാം. അപ്പോൾ കണ്ടണക്കല്ല, നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ നോക്കി അതിൻ്റെ ഒറിജിനൽ ഔട്ട് എങ്ങനെയാണ് പക്ക എഡിറ്റൊക്കെ ചെയ്ത് മാസമായി വരും. അപ്പോൾ ഇതിനൊക്കെ റീൽസ് ആരെങ്കിലും എടുക്കാണ്ടെങ്കിൽ കോൺടാക്ട് പുൽച്ചാടി. പിന്നെ നമ്മളെടുത്ത് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാണ്ടെങ്കിലും പുൽച്ചാടി, അല്ലെങ്കിൽ നമ്മളെ ക്യാനോണിയനായി ഇവരൊക്കെ ഇൻസ്റ്റാഗ്രാം ഐഡി ഞാൻ താഴെ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ ആർക്ക് അതിൽ കയറി മെസ്സേജ് അയച്ചാൽ മതി. പേയ്മെൻ്റ് ഒക്കെ വാങ്ങിച്ചാണ് ചെയ്യുന്നല്ലേ? അതൊക്കെ അത്രയേ ഉള്ളൂ. ഫ്രീ അളിയെ ഫ്രീ ആയിട്ട് എടുത്തു തരും അളിയൻ്റെ ഫോണിൽ. പറ്റില്ല, ചെറിയൊരു വീഡിയോ ആയിരുന്നു കേട്ടോ. അപ്പോൾ വീഡിയോ എന്തായാലും എടുത്ത സ്ഥിതിക്ക് ജസ്റ്റ് ഒന്ന് അപ്ലോഡ് ചെയ്തേക്കാം. വീഡിയോ ബോറായിട്ട് ഇറങ്ങി തോന്നിയാൽ അടുത്ത വീഡിയോ നമുക്ക് സൂപ്പറായിട്ട് ഇത് എനിക്ക് ഇനിയിപ്പം ചുമ്മാ വീഡിയോ ഒന്നും എടുക്കുന്നില്ല കേട്ടോ. നല്ല വീഡിയോസ് അടുത്ത വീഡിയോ ഇട്ട് നമുക്ക് ഇട്ട് തുടങ്ങാം. അപ്പോൾ ഇത്തവണത്തേക്കും കൂടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ഷമിച്ചേക്കുക. അടുത്ത് നമുക്ക് വണ്ടിയിലൊക്കെ
കിടിലം മോഡിഫിക്കേഷൻ. നമ്മൾ 210 സെക്കൻഡ് പാർട്ട് വീഡിയോ വരുന്നുണ്ട് കേട്ടോ. അത് ഇനിയിപ്പോൾ ഒന്നുകൂടെ പണി സെറ്റപ്പ് ആക്കണം, എന്താണ് അടിപൊളിയാക്കാം. ഓക്കെ, അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളായിരുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. അല്ലെങ്കിലും ധൈര്യമായിട്ട് പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല. അടുത്ത വീഡിയോ എന്തായാലും സൂപ്പറാകാൻ കേട്ടോ, അത് ഉറപ്പായിട്ടും പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും ബൈ ബൈ, അടുത്ത വീഡിയോ കാണാം.